അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി ഇബാദില്ലാഹി സ്വാലിഹീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പോരിശയാക്കപ്പെട്ട ഷാബാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിനം. അൽഹംദുലില്ലാ, എന്തുകൊണ്ടും പോരിശയേറിയ നന്മയുള്ള പവിത്രമായ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ഈ മഹത്വമായ ഈ സുദിനത്തിൽ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന പവിത്രമായ ബറാത്ത് രാവ് ഇനി അധിക നാളുകളില്ല. അതുകൊണ്ട് തന്നെ മഹത്വരമായ പോരിശയേറിയ നാളുകളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സുദിനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉണർത്താനുള്ളത് ഷഹ്റു സ്വലാത്ത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. അതിനാൽ തന്നെ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. അതിനാൽ ഏറെ പോരിശയും പവിത്രതയും മഹത്വവും ഏറിയ ഈ സുദിനത്തിൽ എന്തുകൊണ്ടും പ്രശസ്തമാണ് മുത്ത് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ. അതിനാൽ തന്നെ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിനം നമ്മൾ മുത്തിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് ശ്രേഷ്ഠതയുള്ളത്. ഷാബാൻ മാസത്തിലാണ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്നുള്ള ആയത്തിൻ്റെ വചനം ഇറങ്ങുന്നത്. ഷഹ്റു സ്വലാത്ത് എന്നാണ് നമ്മുടെ ഈ പവിത്രമായ ഷാബാൻ മാസത്തിന് ഈ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകത. കാരണം മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട, അവിടേക്ക് നമ്മൾ സ്വലാത്തിൻ്റെ വാർഷികം നടത്തേണ്ട ഒരു പരിശുദ്ധമായ പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്നത്. അതുകൊണ്ട് തന്നെ ഷഹ്റു സ്വലാത്ത് എന്നാണ് നമ്മുടെ ഈ പവിത്രമായ മാസത്തിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഷാബാൻ മോചനം കിട്ടുന്ന ഒരു മാസം എന്ന പേരും ഈ ഒരു പവിത്രമായ മാസത്തിനുണ്ട്. അതിൽ എന്തിനല്ലേ മോചനം? നരകത്തിൽ നിന്ന് മോചനം, പാപമോചനം, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണോ മോചനമുള്ളത് അതിനെല്ലാം നമുക്ക് മോചനം. നമ്മുടെ പാപമോചനാണെങ്കിലും നരകമോചനാണെങ്കിലും അതിനെല്ലാം നമുക്ക് മുക്തി നേടാൻ പറ്റുന്ന പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസമാണ് ഷാബാൻ മാസം എന്നത്. പ്രത്യേകിച്ച് ഷാബാൻ മാസത്തിലാവുമ്പോൾ അതിൻ്റെ ഫളില് കൂടും. അതിനാൽ തന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സന്ദർഭമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ സലാത്ത് കൊണ്ട് ധന്യമാവാൻ വേണ്ടി ശ്രമിക്കണം. അതിനാൽ തന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സൂചിപ്പിക്കുകയാണ്, ഒരാൾ 1000 സ്വലാത്ത് തങ്ങളുടെ പേരിൽ ചൊല്ലാൻ സാധിച്ചാൽ ഷാബാൻ മാസം എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ല പറയുന്നത്. ഷാബാൻ മാസം 30 ദിവസങ്ങളിൽ അടങ്ങി 1000 സ്വലാത്ത്, ഈ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ 1000 സ്വലാത്ത് ഒരാൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി ഓഫറുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ധാരാളം ഓഫറുകളാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ പറയുന്നത് ഈ പവിത്രമായ ഷാബാൻ മാസത്തിൽ തങ്ങൾ അങ്ങേയറ്റം പ്രിയം വെച്ച, തങ്ങൾ അങ്ങേയറ്റം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ഈ സുന്ദരമായ പവിത്രമായ മാസത്തിൽ ഈ ദിനരാത്രങ്ങളിൽ ഒരാൾ 700 പ്രാവശ്യം സ്വലാത്ത് ചെല്ലാനാണ് മഹത്തുക്കൾ നമ്മെ ഉണർത്തുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ 700 കൂടെ ഒരു 300 കൂടി പ്ലസ് ചെയ്ത് 1000 സ്വലാത്ത് നമ്മൾ ദിനേന അവിടത്തേക്ക് ഹദിയ ചെയ്താൽ, അവിടത്തേക്ക് ആ മദീനയുടെ
രാജകുമാരൻ്റെ അടുത്തേക്ക് നമ്മൾ ഹദിയ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മറികടക്കാനും ഈ സ്വലാത്ത് കാരണമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും ദിവസം 1000 ഇല്ലെങ്കിൽ പോലും ഒരു 700 തവണ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണമെന്നാണ് ഈ അവസരത്തിൽ എൻ്റെ നഫ്സിനെയും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ഏത് സ്വലാത്തുമാവാം, ഏത് സ്വലാത്തായാലും ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇബ്രാഹിമീയ സ്വലാത്താണ് ഏറ്റവും മഹത്തരവും പ്രശസ്തവും അതുപോലെ തന്നെ ഏറ്റവും നന്മയുള്ളതുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന ഏത് ചെറിയ കുഞ്ഞു സ്വലാത്തും നമുക്ക് ചൊല്ലാം. ഫാത്തിമിയ സ്വലാത്തോ അല്ലെങ്കിൽ മുത്ത് തങ്ങളുടെ പേരിലുള്ള നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വലാത്ത് നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ 1000 സ്വലാത്ത് നമ്മൾ ചെല്ലുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഓഫർ എന്താണെന്നറിയോ? നമ്മുടെ 1000 ആവശ്യങ്ങൾ നിറവേറ്റും. അതുപോലെ തന്നെ 1000 സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ പ്രത്യേകത, അവർ സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂല. അവർ സ്വർഗാവകാശികളാണ്. അത്രത്തോളം മഹത്വരമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത്. അതിനാൽ തന്നെ സ്വർഗാവകാശികൾക്ക് മാത്രമേ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നിരന്തരമായിട്ട് അത് ഉരുവിടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വർഗമാണ് അവർക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ 1000 ഉദ്ദേശങ്ങൾ എന്താണോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. നിങ്ങൾ പറ, നമുക്ക് 1000 ഉദ്ദേശങ്ങളുണ്ടോ? നമുക്ക് 1000 ആഗ്രഹങ്ങളുണ്ടോ? കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 ആവശ്യങ്ങളോ അല്ലെങ്കിൽ 100 ആവശ്യങ്ങളോ ഉണ്ടാവുള്ളൂ. എന്നാൽ 1,00,000 നമുക്ക് ആവശ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്താ? നമ്മുടെ ഉദ്ദേശം എന്താ? ഈ ഭൂമി ലോകത്ത് ആഫിയത്തോടു കൂടി ദീർഘായുസ്സോടു കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരണപ്പെടുക. ഈമാനോട് കൂടി നമ്മൾ മരണപ്പെടണമെന്നാണ് നമ്മുടെ ഈ ദുനിയാവിലുള്ള ഇവിടെയുള്ള നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത്. എന്നാൽ പരലോകത്തുള്ള നമ്മുടെ ആവശ്യം എന്താ? ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഈ 2 ആവശ്യമേ നമുക്കുള്ളൂ. ബാക്കി ഇനിയും ആവശ്യങ്ങൾ അവിടെ ബാലൻസായി കിടക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, 1,00,000 ആവശ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 സ്വലാത്ത് ഷാബാൻ മാസത്തിൽ, മറ്റുള്ള മാസങ്ങളിൽ മാത്രമല്ല ഷാബാൻ മാസത്തിൽ മാത്രം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നത്. അതിനാൽ തന്നെ എല്ലാ മാസങ്ങളിലും നമുക്ക് സ്വലാത്ത് ചൊല്ലൽ പവിത്രമാണ്, ശ്രേഷ്ഠമാണ്, പുണ്യമാണ്. എങ്കിൽ പോലും ഷാബാൻ മാസത്തിൽ ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്ത് തങ്ങൾ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 ആവശ്യങ്ങൾ അവരത് നിറവേറ്റി തരുമെന്ന്. കൂടാതെ 1000 ആവശ്യങ്ങൾ നിറവേറ്റി തരൽ മാത്രമാണോ? അല്ല, പിന്നെന്താ? 1000 മലക്കുകൾ ഇവൻക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് അയക്കുമെന്നതാണ്. ഈ 1000 മലക്കുകൾ ഇവൻക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലൂടെ ഒരു ശക്തിക്കും ഇവനെ തകർക്കാൻ സാധിക്കില്ല, ഒരു ശക്തിക്കും ഇവനെ നേരിടാൻ സാധിക്കില്ല. പിശാച് ലഅനത്തുല്ലാഹി അലൈഹി പോലും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും സംജാതമാവുക. കാരണം എന്താ? 1000 മലക്കുകളുടെ ഇസ്തിഗ്ഫാറാണ്. ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ, ഇവന്റെ ആ ഒരു പാരത്രിക ലോകത്തേക്ക് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യുമ്പോൾ അവിടെ തടസ്സം സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ ഒരു തടസ്സവും ഉണ്ടാവില്ല. അതിനാൽ തന്നെ 1000 ഹാജാത്തുകൾ അവൻ്റെത് നിറവേറ്റപ്പെടും. അതിനാൽ മലക്കുകൾ അവൻക്ക് നിരന്തരം ദുആ ചെയ്യുമെന്നതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കൂടാതെ തീർന്നില്ല. ഇവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 1000 മലക്കുകളെ അവൻ്റെ ഖബറിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കും. അതെന്തിനാ? അവൻക്ക്
ഖബറിൽ അവൻ വിശാലമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവൻക്ക് നന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി, ഇവന്റെ നന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി 1000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് അയക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ അമലുകൾ അവിടെ മരണപ്പെടുന്നില്ല. ഷാബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലുന്ന ആൾ മരണപ്പെടുകയില്ല. ഇതിനർത്ഥം എന്താണ്? അവന്റെ അമലുകൾ, അവൻ ചെയ്യുന്ന നമസ്കാരമാണെങ്കിലും ഇബാദത്താണെങ്കിലും ദിക്റാണെങ്കിലും എല്ലാം മരിക്കുന്ന സമയത്തോടു കൂടി അത് അസ്തമിക്കും. പക്ഷേ ഖബറിൽ അത് ജീവിക്കും എന്നതാണ്. ഖബറിൽ അവൻ ഈ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മലക്കുകളെ അവിടേക്ക് അയക്കുകയും അതുപോലെ തന്നെ ഇവന്റെ അഹസനാത്തുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇവന്റെ നന്മകൾ അങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം പവിത്രമായ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലല്. അതുപോലെ തന്നെ ജീവിത സമയത്ത് 1000 മലക്കുകൾ അടുത്ത വർഷം വരെ, അടുത്ത ഷാബാൻ മാസം വരെ ഇവന്റെ നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഇവന്റെ അഹ്സനാത്തുകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല തീർന്നോ? ഇല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫർ എന്താ? 1000 സയ്യാത്ത്, മോശമായ കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. നന്മകൾ രേഖപ്പെടുത്തൽ മാത്രമാണോ? ഒരിക്കലുമല്ല. ഇവന്റെ സയ്യാത്ത്, മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് 1,00,000 സയ്യാത്ത് ഇവന്റെ മായ്ക്കപ്പെടും. 1,00,000 തിന്മകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ 1000 സയ്യാത്ത് ഇവന്റെ മായ്ക്കപ്പെടും. കൂടാതെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫർ എന്താ അറിയോ? 1,00,000 ദറജ ഉയർത്തും. 1,00,000 ദറജ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻക്ക് ഉയർത്തി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെല്ലാം ഒരു പദവി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആരായി? അപ്പോൾ 1,00,000 കിട്ടുമ്പോഴോ? ഒന്ന് ചിന്തിച്ചു നോക്കും മിനിങ്ങളെ, പ്രിയപ്പെട്ടവരെ. അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഷാബാൻ മാസത്തില് മുത്ത് തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനാൽ തന്നെ മരിക്കാത്ത ഒരു ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത അമലുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഖബർ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ കൈകാലുകൾ എല്ലാം മരണപ്പെട്ടാലും ആ ഒരു ഭവനത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും 1000 മലക്കുകൾ നമ്മുടെ ഹസനാത്തുകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് അത് അവസാന ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പോരെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വേണോ? അപ്പൊ അത്രത്തോളം മഹത്വരമായ പ്രാധാന്യമുള്ള പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കല്, സ്വലാത്ത് ചെല്ലല്. അതിനാൽ ഏത് സ്വലാത്ത് നമുക്ക് ചെല്ലാം. അപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീരീഡ്സ് ഒക്കെ ഉണ്ടാവാം, പക്ഷേ സ്വലാത്തിന് അവിടെ തടസ്സമില്ല. ഖുർആൻ ഓതാൻ അവർക്ക് സാധിക്കില്ല, അതുപോലെ തന്നെ നമസ്കരിക്കാൻ അവർക്ക് തടസ്സമാണ് എങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ അത് അവർക്ക് ഒരു തടസ്സവുമില്ല. അത് ഒരു മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഒരാൾക്കും പ്രയാസമില്ലാത്ത ഒരു കാര്യമാണ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. അതിനാൽ തന്നെ അത്രത്തോളം മഹത്വരമായിട്ടുള്ള തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന് ഖുർആന്റെ വചനം ഇറങ്ങിയത് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള തങ്ങളുടെ പേരിൽ നമ്മളെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ അന്ത്യവേളയിൽ ഉമ്മത്തി എന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്രത്തോളം നമ്മളെ പ്രിയമുള്ള ഇഷ്ടമുള്ള തങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, നമ്മൾക്ക് അതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ പവിത്രമായ ഷാബാൻ മാസത്തിൽ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിനാൽ തന്നെ ഞാൻ അടങ്ങുന്ന നിങ്ങളെല്ലാവരും, എൻ്റെ ഈ വീഡിയോ ശ്രവിക്കുന്ന എല്ലാവരും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ദിനേന 700 സ്വലാത്തെങ്കിലും ചൊല്ലണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാൽ തന്നെ വർഷത്തിൽ 12 മാസമുണ്ടെങ്കിൽ പോലും ഷാബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലുന്ന ഒരു ആളുടെ പദവി, ഒരാളുടെ പ്രത്യേകതയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ദിനേന മാസം 12 മാസവും 1000 സ്വലാത്ത് ചെല്ലുന്നവരുടെ കാര്യം പറയാനുണ്ടോ? അൽഹംദുലില്ലാഹ്, നൂറിന് അല നൂറാണ് അവർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം
പുഷ്പം പോലെ തരണം ചെയ്യാനും ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നേറാനും ഈ സ്വലാത്ത് ഉപകരിക്കും. അതിനാൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും പരിശുദ്ധമായ ഷാബാൻ മാസത്തിന്റെ ബറാത്ത് രാവൊക്കെ ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദിവസവും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. ഓരോ ദിവസം 50 ആണെങ്കിൽ പിറ്റേ ദിവസം 20, പിറ്റേ ദിവസം 100, ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവാൻ പാടില്ല. ആ ഒരു കൃത്യത അത് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അത്രത്തോളം നമ്മൾ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ഉരുവിട്ട് കഴിഞ്ഞാൽ ആഖിറത്തിലാണെങ്കിലും ഈ പരലോകത്താണെങ്കിലും ഈ ദുനിയാവിലാണെങ്കിലും എല്ലാം നമുക്ക് വളരെ ഉപകാരമാണ്, വളരെ നേട്ടമാണ്. അത്രത്തോളം മഹത്തരമായിട്ടുള്ള ഈ പവിത്രമായ സ്വലാത്ത് എല്ലാ ആളുകളും മാക്സിമം എല്ലാ ആളുകളും തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാ, പവിത്രമായ ഷാബാൻ മാസത്തിന്റെ പോരിശ കൊണ്ട് ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ചെറുതും വലുതുമായ എല്ലാ സന്തോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ പോരിശയായ മാക്കപ്പെട്ട ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറയാറുള്ള പോലെ തന്നെ യാസ് വ്ളോഗ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മനോഹരമായ ഇസ്ലാമിക് ടോപ്പിക് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.